നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. കാസർഗോട്ടേക്ക് കോഴിക്കോട്ട് നിന്ന് ടിക്കറ്റ് എടുത്താണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയേക്കാൻ കേട്ടോ. അതിന്റെ പിന്നിൽ ഒരു കാരണം, നമ്മളെ ചങ്കും കേരള അംജദ് ഉണ്ട് കേട്ടോ. കോഴിക്കോട്ട് നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉസ്താമാരെ കാണുന്നത്. അപ്പൊ ഓല് പറഞ്ഞ് സ്ഥലം വരണ്ട, ആ സ്ഥലം നമുക്ക് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. മച്ചാൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ വേറെ വർത്താനല്ല. ബാക്കി നമുക്ക് വീഡിയോ കൂടെ കാണാം. സ്റ്റേഷൻ വിട്ട് നമ്മൾ നേരെ ബസ് കയറിട്ട് ബസ്സിലാണെങ്കിൽ ബമ്പം തിരക്ക്, പേരും ആൾക്കാർ. പക്ഷെ കണ്ടക്ടർ ഇപ്പോൾ ഒരു പന്തളിച്ചാല സ്ഥലം ഉണ്ടെന്ന് പറയണ്ടേ, എനിക്ക് എന്താണ്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അംജദ് കൂടെ ഇന്നത്തെ യാത്രന്റെ സ്പോൺസർ നമ്മൾ അംജദാണ്. നമ്മൾ അഞ്ചൊരു ഹാഫതാണ് കേട്ടോ. ഒരു ഇഫ്ദ് കോളേജിന്റെ ഡയറക്ടർ ഒക്കെയാണ് മൂപ്പര്. എവിടെ കൈതച്ചക്ക ഉപ്പിലിട്ട് കണ്ടാലും അത് തിന്നലും മൂപ്പർക്ക് ഫറലാട്ടോ. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കാണുന്നത്. 100 കിലോമീറ്റർ ട്രെയിനിലും ബസ്സിലൊക്കെ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു തണുത്ത നാരങ്ങ സോഡ അങ്ങോട്ട് അടിക്കാന്ന് കരുതി. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ ഉള്ളത്. നടക്കാൻ മഹാമടിയന്മാരായിട്ട് ഞങ്ങളിപ്പോ ഒരു കാക്കാന്റെ ബാക്കിൽ ലിഫ്റ്റ് അടിച്ച് കയറിക്കാണ്. സമസ്ത സമ്മേളനത്തിന് സ്ഥലവും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ള കുണിയ ഹാജിക്ക് നിർമ്മിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അതിന്റെ ഇടയിൽ നമ്മൾ യൂട്യൂബർ അംജൊക്കെ ഫോട്ടോഗ്രാഫിയിലുള്ള കഴിവ് തെളിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കാണുന്നതാണ് സമ്മേളനം. ഇവിടെ സ്റ്റേജിന്റെ പണിയൊക്കെ പൂർത്തിയാകുന്നേ ഉള്ളൂ. നമ്മൾ തലേ ദിവസം എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഫേമസ് മുട്ടത്തൈലത്തിന്റെ മുതലാളി ഹാജി മുസ്തഫ സാഹിബിനെ നമ്മൾ അവിടെ കണ്ടിട്ടോ. ചെറിയ ചെറിയ മക്കൾ വരെ മൂപ്പര് ഡൈ ഹാർട്ട് ഫാൻസ് ആണ്. ഏതായാലും ചുറ്റിത്തിരിഞ്ഞ് നമ്മൾ ഗ്ലോബൽ എക്സ്പോന്റെ മുന്നിലെത്തില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ കാസർഗോഡ് മാലിക് ദിനാർ മസ്ജിദിൽ എത്തി. എക്സ്പോ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോത്തിന് മഗ്‌രിബ് കഴിഞ്ഞ നേരം. പള്ളിയുടെ ആകം അടിപൊളിയാണ്. കാരണം പഴയ ഒരു എന്താണ് ആ ഒരു പൊന്നാനി പള്ളിയിലൊക്കെ പോലുണ്ടല്ലോ, അതേ രൂപത്തിലുള്ള ഈ ഒരു മരങ്ങളെ കൊണ്ടുള്ള പണികളും ഒരുപാട് കൊത്തുപണികളും പഴയ തനിമ തന്നെ നിലനിർത്തിയിട്ട് അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള ഒരു പള്ളി ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതിന്റെ വിഷ്വൽസ് കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. മക്കാമിലൊക്കെ കയറി നമ്മൾ നേരെ നാട്ടിക്ക്. അപ്പൊ അത്രേ ഉള്ളൂ.